സാർ വളരെ മനോഹരമായിട്ട് തന്നെ പരിചയപ്പെടുത്തി. ഇവിടെ ഞാൻ കാണുന്നത് നമ്മുടെ റഷീദ് സാറ്, ഉമ്മർ സാറ്, അനിൽ സാറ്, സോറി അനീസ് സാറ്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെയാണ് കാണുന്നത്. വീണ്ടും ഒരുപാട് ആളുകളുണ്ടാവും. ഈ സൂം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പിലിരിക്കുന്ന ആളുകളെയാണല്ലോ കാണുക. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. ജിജീഷ് എന്നാണ് പേര്. കോഴിക്കോട് അത്തോളിയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ജീവിച്ച് അല്ലെങ്കിൽ ജനിച്ചത് ഒരു എന്താ പറയുക, പക്ക സാധാരണക്കാരായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ ഒരു പണ്ട് ബിസിനസ്സുകാരനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഒരു ലോറി ക്ലീനറായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പം കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യവും കണ്ടമാനുണ്ടായിരുന്നു. കാരണം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ഒരാഗ്രഹം തോന്നിയത്. അച്ഛൻ പണ്ട് ബിസിനസ്സൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം നമ്മളെ ബ്ലഡിൽ ആ സാധനം ഉണ്ട്. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള ഒരു കാര്യം ബ്ലഡിലുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. നമ്മൾ വന്നത് ഒരു സാധാരണക്കാരനായിട്ടാണ്. ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എത്തിപ്പെടുന്നതൊക്കെ സാധാരണ ഓരോ മേഖലയിലൊക്കെയാണ്. ടൈൽസിൻ്റെ പണിയും കൂലിപ്പണിയും അങ്ങനെയുള്ള കുറേ ജോലിയിലൂടെയാണ് 14-ാമത്തെ വയസ്സ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു 2000 കാലഘട്ടത്തിലൊക്കെ ഡയറക്റ്റ് സെല്ലിങ് നല്ല രീതിയിൽ തളച്ച് നിൽക്കുന്ന സമയം. ആ സമയത്ത് ഡയറക്റ്റ് സെല്ലിങ് എന്ന ഇൻഡസ്ട്രിയിലേക്ക് എത്താനും നമ്മുടെ കമ്പനിയുടെ പേരൽ കമ്പനിയിൽ എത്തിപ്പെടാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. അവിടെ നിന്നാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാവുന്നത്. പക്ഷേ അന്ന് നിയമം ഉണ്ടായിരുന്നില്ല. നിയമം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എത്തിപ്പെടുന്ന ആ മേഖല ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ വന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ ഓരോ ആളുകളും വരുമാനം ഉണ്ടാക്കുന്നതും കാറിൽ സഞ്ചരിക്കുന്നതും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ആവും. പക്ഷേ ഈ മേഖലയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനൊന്നും തയ്യാറാവുന്നില്ല. നമ്മൾ മോട്ടിവേഷൻ്റെ മുകളിലാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെങ്കിലും ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല. 2011 വന്ന സമയത്ത് ഗവൺമെൻറ്, അതായത് നല്ല കമ്പനികളുണ്ടാവും, മോശം കമ്പനികളും ഉണ്ടാവും. ഈ നല്ല കമ്പനികളിൽ മോശം വ്യക്തികളുണ്ടാവും, മോശം കമ്പനികളിൽ നല്ല വ്യക്തികളും ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വയ്ക്കും. അങ്ങനെ 2011 ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ട് അന്ന് ഗവൺമെൻറ് ഇതിനെ നിരോധിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ തച്ചുടഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥ. അങ്ങനെ 2011 കഴിഞ്ഞു. നമ്മുടെ ഗ്രേറ്റ് ലീഡർ, എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബെന്നി സാറ്, ബിജു സാറ്, അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് 2 വർഷത്തോളം ഈ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് സമരത്തിനിറങ്ങിയൊരു സമയം ഉണ്ടായിരുന്നു. പല കമ്പനികളും ഇന്ന് വന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ ഈ മേഖല ഗവൺമെൻറ് നിരോധിച്ച സമയത്ത് ഈ കമ്പനിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച കുറേ ആളുകൾ ഇതിനു വേണ്ടി സമരത്തിനിറങ്ങി. പട്ടിണി കിടന്നും ഇവിടുന്ന് ഡൽഹിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് നിരാഹാര സമരങ്ങളൊക്കെ നടത്തി ഇത് ഈ മേഖലയ്ക്ക് 2 വർഷത്തോളം 2011-12 കാലഘട്ടത്തിലാണെങ്കിൽ അവിടുന്ന് 2 വർഷത്തോളം 2012-2013 വർഷത്തോളം കാലം ഈ ലീഡേഴ്സ്, അതായത് ഈ മേഖലയെ വിശ്വസിച്ച് വന്ന ലീഡേഴ്സൊക്കെ ഇതിനെതിരെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഫാമിലി ആയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് നിരാഹാരമൊക്കെ കിടന്നുണ്ടാക്കിയ ഒരു എന്താ പറയുക, ചോര നീരാക്കിയെടുത്ത അല്ലെങ്കിൽ വിശ്വാസം, അത് ഞങ്ങൾ ഏറ്റെടുത്ത മേഖല ശരിയാണ് എന്ന് ഗവൺമെൻറ്റിനെ കാണിക്കുകയും അന്ന് AITs എന്ന് പറയുന്ന യൂണിയനെ വെച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയതെങ്കിൽ 2013 അല്ലെങ്കിൽ 2015 ആയപ്പം കേരളത്തിൽ ഇതിന് നിയമസാധ്യത വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബെന്നി സാറെപ്പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനത്തിന്
ദൈവം അല്ല, ആ വിശ്വാസത്തിന് ഈ പ്രകൃതി എന്താക്കി റിസൾട്ട് കൊടുത്തു. 2015 ഇതിന് നിയമം വരികയും അങ്ങനെ ബെന്നി സാറും 12 പേരും തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ AIG എന്ന് പറഞ്ഞ. ആ 2015 നല്ല രീതിയിൽ ഞാൻ ജോലി ചെയ്യുന്നൊരു സമയം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ബിജീഷ് സാറും അങ്ങനെ ആൾക്കാരൊക്കെ വന്നു എൻ്റെ അടുത്ത് ബിസിനസ് പറഞ്ഞ സമയത്ത് നല്ല രീതിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയം. അന്ന് എനിക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ എനിക്കതൊന്നും കാര്യമായിട്ട് എന്തായില്ല, മനസ്സിലായില്ല. കാരണം എനിക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണത് കൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഇവർ പറയുന്ന പ്രൊഡക്റ്റുകൾ സോപ്പും പേസ്റ്റൊക്കെ, ഇത് കൊണ്ടുനടന്ന് വിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര താല്പര്യമില്ല. നല്ല രീതിയിൽ പണവും കിട്ടുന്നുണ്ട്. പക്ഷേ ഐഡിയ അടിക്കാനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. 2015 ഐഡിയ അടിക്കാനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. പക്ഷെ ഞാൻ ഈ ഭാഗം തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ എൻ്റെ അനുഭവം കേട്ടോ പറയുന്നത്. ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന മാതിരിയൊക്കെ നിങ്ങൾക്ക് തോന്നാം, ഒരിക്കലും തോന്നരുത്. ചിലപ്പോൾ അതിൻ്റെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടാവും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരാളുമല്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ അതിൻ്റെ അന്ന് നിങ്ങൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഒരിക്കലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന മാതിരി തോന്നരുത്. ഞാൻ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വന്നെങ്കിലും കാരണം ഉള്ളിൻ്റെ ഒരു വിശ്വാസമില്ല. വിശ്വാസം മീൻസ് ഇനി ഈ മേഖല ഇനിയും നിന്ന് പോവോ എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2017 വരെ ഈ ഐഡിയ അടിച്ചെങ്കിലും 2 വർഷത്തോളം ഞാനിതിൽ തിരിഞ്ഞു നോക്കാനൊന്നും പോയില്ല. 2017 കഴിഞ്ഞ് 2017 ദൈവം എന്ന് പറഞ്ഞ ശക്തി എന്താക്കി, ഈ കമ്പനീൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ഒരു കാരണക്കാരനാക്കി തന്നെ. എൻ്റെ മകന് ശ്വാസമുട്ടുണ്ടായിരുന്നു, അതിയായിട്ടുള്ള ഒരു ശ്വാസമുട്ട് തന്നെയായിരുന്നു. ആ ശ്വാസമുട്ട് എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മകന് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എന്താ പറയുക, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഈ കമ്പനി ഉണ്ടെന്നൊന്നും അറിയുന്നില്ല. പക്ഷേ ഏതോ ഒരു വ്യക്തി, എനിക്കിന്നും അറിയില്ല ആളെ, ആ വ്യക്തി പൈറൽ കമ്പനിയിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കൂടെ എൻ്റെ വീട്ടിൽ വരികയും ഈ കവചപ്രാശിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും പറഞ്ഞ് തന്ന്. അപ്പോഴാണ് ഒരുപാട് പ്രൊഡക്റ്റിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു. നമ്മൾ ഓരോ വീടുകളിൽ പോയിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ഫയലിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ കുറിച്ച് പറയുമ്പോൾ എനിക്കതിൻ്റെ അകത്ത് ക്ലിക്കായത് കവചപ്രാശം കഫ്സിറപ്പൊക്കെയാണ്. അപ്പോൾ എനിക്കറിയാം ഇത് നമ്മളെ ബെന്നി സാറെ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്, എന്നോട് പറഞ്ഞ കാര്യം ഇതാണെന്നൊക്കെ എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാനിതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. ഞാൻ നേരെ വിജി സാറെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. അന്ന് മലബാർ ഇന്നിലാണ് പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് 4000 ഉറുപ്പിക ഉള്ളൂ. അന്നത്തെ വണ്ടി ഓടി പിക്കപ്പ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ വണ്ടി ഓടി കിട്ടിയ പൈസ ഉണ്ട്. അപ്പോൾ ഞാൻ മലബാറിൽ പോയ സമയത്ത് ബെന്നി സാറെ പഴയ വെള്ള വെർണ കാറാണുള്ളത്. ബെന്നി സാറ് അന്ന് മലബാറിൽ 4ാമത്തെ നിലയിൽ പ്രോഗ്രാം എടുക്കുകയാണ്. അപ്പോൾ വിജയ് സാറിനോട് പറഞ്ഞു, സാറേ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെന്നി സാറ് വരണം, സാറിങ്ങനെ കാത്തിരിക്കണ്ടേ, സാറൊന്ന് മുകളിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാർക്ക് പ്രൊഡക്റ്റും കിട്ടും. അങ്ങനെ 4ാമത്തെ നിലയിൽ ഞാൻ പോയിരുന്ന സമയത്ത് പണ്ട് ഡയറക്ട് സെല്ലിങ് ചെയ്ത കുറേ ലീഡർമാർ, അപ്പം ഞാൻ മുമ്പിൽ പോയിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അപകർഷതാ ബോധം ഉണ്ടായിരുന്നു. കാക്കി ഷർട്ടും ഒരു ഒരു ഡ്രൈവറുടെ കോലാണല്ലോ, പിന്നെ മുടിയൊന്നുമില്ല. അവിടെ പോയി ഞാൻ ഈ പ്രോഗ്രാം കേൾക്കുമ്പം ഞാൻ ഈ കമ്പനിയിലുള്ള ബാക്കിയുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് കേൾക്കുകയാണ്. ഞാൻ കവചപ്രാശം കഫ്സിറപ്പും വാങ്ങാനാണ് പോയതെങ്കിൽ ഞാൻ അവിടുന്ന് വരുമ്പോൾ 4000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുത്തു. കാരണം ഓരോ പ്രൊഡക്റ്റും പറയുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഓരോ ആൾക്കാരെ ഓർമ്മ വരും. അയാൾക്ക് ഇന്ന ബസ് ഉണ്ടല്ലോ, ഇയാൾക്ക് ഇന്ന ബസ് ഉണ്ടല്ലോ. അങ്ങനെ അന്ന് 4000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ വീട്ടിൽ വന്നു ഉപയോഗിച്ചു. കവചപ്രാശം ഉപയോഗിച്ച സമയത്തുണ്ടായ റിസൾട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് അധികമാക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തുള്ളതൊക്കെ പൊന്താൻ തുടങ്ങി. അപ്പം തന്നെ മോനെയും കൂട്ടി ഞാൻ ചിലവൂരുള്ള SDK ഹോസ്പിറ്റലിലേക്ക് പോയി. ആയുർവേദം തന്നെയാണ് കാണിക്കുന്നത്. ഡോക്ടർ ആണ് എന്നോട് പറഞ്ഞത് ഇത് പ്രൊഡക്റ്റ് എന്താണെന്നും എന്താ സംഭവിച്ചതെന്നും ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നും ആയുഷ് എന്താണെന്നും
ആയുഷിൻ്റെ ക്വാളിറ്റി എന്താണെന്നും ഇത് ഇപ്പം ഈ അധികരിക്കാനുണ്ടായ കാരണം എന്താണെന്നൊക്കെ അദ്ദേഹമാണ് പറഞ്ഞത്. ആയുർവേദം എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഇളക്കി മറിക്കും. ഇളക്കി മറിക്കുക മീൻസ് ശരീരത്തിൻ്റെ അകത്തുള്ള ദൂഷ്യങ്ങളൊക്കെ ദുർമേധസ്സുകളൊക്കെ എന്താക്കെന്ന് പറയുന്നതാണ്. അടിച്ച് തുടച്ച് പുറത്തേക്ക് വരും. അതൊരു ഉദാഹരണം എന്നോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാറേ നമ്മൾ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മളെന്താക്കും, ആദ്യം അടിച്ച് തുടച്ച് പുറത്തേക്ക് കളയും ചണ്ടികളൊക്കെ. അത് കഴിഞ്ഞ് നനച്ച് തുടച്ച് ക്ലീനാക്കും. ഇത് ശരീരം ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു എഫക്റ്റാണത്. സൈഡ് എഫക്റ്റ് അല്ല, അത് റിസൾട്ടാണ്. ആയുർവേദത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും ഇത് സൈഡ് എഫക്റ്റാണ്, നമ്മൾ നിർത്താൻ നോക്കും. അപ്പോൾ ഇതൊരു കാര്യം ചെയ്ത് തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ ഡോക്ടർ ഒരു ലേഹ്യം കൂടെ തന്നു. ആ ലേഹ്യം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അവിടുന്ന് ഇന്ന് വരെ എൻ്റെ മകനെ ഞാൻ ശ്വാസമുട്ടൻ്റെ പ്രശ്നത്തിന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടില്ല. അതിനുശേഷം വൈഫിന് പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, എൻ്റെ മുടീൻ്റെ പ്രശ്നങ്ങൾ, സാറ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. എൻ്റെ മുടീൻ്റെ പ്രശ്നങ്ങൾ ഒരു 5-6 ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും നമ്മളെ പണിയാക്കിയതാണ്, പൈസ കുറേ പോയി. പക്ഷേ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ പോയിരിക്കുമ്പോൾ 95നെ പറ്റിയിട്ട് ഇങ്ങനെ പറയും, സെല്ലുകൾക്കുള്ളതാണ്. വെൽഹാർട്ടിനെ കുറിച്ച് പറയും, ഫൈസസിനെ കുറിച്ച് പറയും, ഹെയർ ഓയിലിനെ കുറിച്ച് പറയും, ചാമ്പി തൈലത്തിനെ കുറിച്ച് പറയും. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എനിക്ക് മുടി വന്നേ പറ്റൂ. അങ്ങനെ ഞാൻ ചാമ്പിത്തരം രാവിലെ ഉപയോഗിക്കും. രാവിലെ 5 മണിക്ക് നീച്ച് കഴിഞ്ഞാൽ ചാമ്പിത്തരം തേച്ച് പിടിപ്പിക്കും. അത് കഴിഞ്ഞ് 95 ഉപയോഗിക്കും. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ വെൽഹാർട്ട് കുടിക്കും, കവചപ്രാശം കുടിക്കും. ഇനി വർക്കിന് പോയി വന്ന് കഴിഞ്ഞിട്ട് രാത്രി ഇനി എത്ര സമയമാണെന്നുണ്ടെങ്കിലും ഹെയർ ഓയിൽ തേച്ച് പിടിപ്പിക്കും. ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെയെങ്കിലും വരണം എന്നായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് ഞാൻ ദിവസങ്ങളും ആഴ്ചകളും ഉപയോഗിച്ചു. 6 മാസമായപ്പോൾ പതിയെ ചൈനീസ് ബാമ്പുവിനെ പോലെ എന്ന് തന്നെ പറയാം. കണ്ടില്ലേ, 5 വർഷത്തോളം കാണാൻ ഉണ്ടാവില്ല, 5 വർഷം കഴിഞ്ഞാൽ മൂപ്പര് അങ്ങോട്ട് തുടങ്ങുമെന്ന് അറിഞ്ഞില്ല. അതേപോലെ പതിയെ മുടി കൊണ്ട് വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് എന്താ പറയുക, ചെറിയ വിശ്വാസങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതിൻ്റെ കൂടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, നാട്ടിലേക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒഴിച്ചു. അങ്ങനെ പെട്ടെന്നാണ് ഞാൻ എന്താ പറയുക, ഇതിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസുഖം വന്നത്. ഇവിടെ നാട്ടിലൊക്കെ കൗണ്ട് കുറയുന്നൊരു പനി വന്നു. ആ സമയത്ത് എൻ്റെ നാട്ടിലുള്ള ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ നമ്മൾ വിശ്വാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്നെ വിളിച്ച് വരാണ്, ജിജീഷേ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതൊന്ന് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ്. ഓരോ ദിവസം കൂടുതൽ ക്ഷീണിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ചമൽ ഘോഷ് എന്നാണ് പേര്, നമ്മളെ മൈ ലൈഫിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത്, എൻ്റെ കൂടെ അല്ല വേറെ ആളെ കൂടെ, അയാൾക്ക് അറിയില്ല ഞാൻ ആണിത് കൊണ്ടു കൊടുത്തത്. 1095 10 ദിവസത്തേക്കുള്ള നമ്മുടെ ബിലോ 37 അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്ത് 2ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ കൗണ്ട് കൂടിയിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് കണ്ട സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-20 95 ഇതേപോലെ പൊട്ടിച്ച് ആളുകൾക്ക് ഹോസ്പിറ്റൽ വരെ കൊണ്ടു കൊടുത്തിട്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയ ഒരു വലിയൊരു അനുഭവം. ആ ഒരു പ്രവർത്തനം കൊണ്ട് ആദ്യത്തെ ID വ്യക്തികളെ ഞാൻ കൊണ്ടുവരാതെ റീറ്റെയിൽ ചെയ്തിട്ട് DTC എന്ന റാങ്ക് എത്താൻ വേണ്ടി സാധിച്ചു. അവിടെ നമുക്ക് കൊണ്ടൊരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നീട് കോഴിക്കോട് ഔട്ട്ലെറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബോബി സാറും ദിലീൽ സാറും ഈ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ആദ്യം ഞാൻ ചെയ്ത കാര്യം, ഞാൻ കുറേ ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കമ്പനി ഇവിടുന്ന് പോകൂല എന്നുള്ളൊരു വിശ്വാസം ഞാൻ ഉണ്ടാക്കി. കമ്പനിയിലുള്ളൊരു വിശ്വാസം. കാരണം കമ്പനീൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, കമ്പനിയുടെ സ്റ്റെബിലിറ്റി എന്താണ്, കമ്പനി ഇന്ന് എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെന്താക്കി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ചെറിയ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബെന്നി സാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളെ കൂടെ വരുന്ന ആളുകൾ നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ വരും എന്നുള്ളത്. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അതിന് നമുക്ക് നമ്മളിലുള്ള കഴിവ്, ഞാൻ എപ്പോഴും എന്താ പറയുക, ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ബിസിനസ് എന്നുള്ള രീതിയിൽ ഞാൻ ഉമ്മർ സാറെ ഞാൻ നമിക്കും. കാരണം സാറെടുത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
സോഷ്യൽ മീഡിയ എന്താണെന്നും സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നും ശരിക്കും പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചത് ഉമ്മർ സാറാണ്. കാരണം നമ്മൾ യൂട്യൂബ് ചാനലായ കുറേ കാലമായി, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ റൂട്ടിനാണ് പോവുക. പക്ഷേ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഓരോ പ്രോഗ്രാമുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും ശരിക്കും അതിൻ്റെ അകത്ത് ഡയറക്റ്റ് സെല്ലിങ്ങിന് എൻ്റെ ഗുരു നമ്മളെ ഉമ്മർ സാറാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഇതപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ മറ്റൊരു രീതിയിലേക്ക് ഞാൻ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ തുടങ്ങി. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മുടെ മുഖത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അത് കുറേ കാലമായി വിചാരിക്കുന്നു. പക്ഷേ 1 വർഷം 1.5 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നോ അതിനൊരുങ്ങി വരാൻ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി ഇങ്ങോട്ട് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഈ ബിസിനസ്സിനും സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മളെ കൊണ്ടെത്തിക്കാൻ, നമ്മളെ ഒരുക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എവിടെ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരാളുണ്ടാവും. അത് നമ്മൾ മറക്കരുത്. ഈ അവസരം നമുക്ക് കിട്ടാനും ഈ അവസരം നമ്മൾ ഏറ്റെടുക്കാനും ഈ അവസരം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും ഇതിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പം പല വ്യക്തികളുടെ കയ്യൊപ്പ് അതിൻ്റെ അകത്തുണ്ട്. പല വ്യക്തികളും അതിന് നമുക്ക് എന്താവുന്നുണ്ട്, ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ട്. ഒരു വ്യക്തിയല്ല, ചിലപ്പോൾ നമ്മളെക്കാൾ കുറവുള്ള ആളുകളായിരിക്കാം, കുട്ടികളായിരിക്കാം, ചിലപ്പോൾ നമ്മളെക്കാൾ മുതിർന്ന ആളുകളായിരിക്കാം. ആരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. എല്ലാവരും വിചാരിക്കുക എന്താണ്, ഞാനൊരു സംഭവമാണ് എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. പക്ഷേ നമ്മളൊരു സംഭവമാകാൻ വേണ്ടിയിട്ട് അതിന് കാരണക്കാരായ ഏതെങ്കിലും ഓരോ വ്യക്തികളുണ്ടാവും, ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഉമ്മർ സാറ് ഇപ്പം പണ്ട് ബെന്നി സാറൊക്കെ സമരം ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ അടുത്ത ദിവസം ഞങ്ങളും പറയും, ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് മണീച്ചൻ മേഖലയെ തുരത്താൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മർ സാറും അയ്യൂബ് സാറും റമീസ് സാറും ഞങ്ങളെപ്പോൾ ഒരു പറ്റ ആൾക്കാർ ഇവിടുന്ന് തിരുവനന്തപുരം പോയി കഷ്ടപ്പെട്ടിട്ട് ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ എന്തുണ്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. നാളുകളിൽ അത് ഞങ്ങളൊരു ചരിത്ര സംഭവമാക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിലും ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് കോഴിക്കോട് നിന്ന് അവിടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ എന്താവുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഈ ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ പല ആളുകളും കുരുടൻ്റെ കയ്യിൽ വടി കിട്ടിയതുപോലെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ ബെന്നിസാറെ കൂടെ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ടീം AIGയിലേക്ക് അല്ലെങ്കിൽ മൈ ലൈഫ്സിലേക്ക് വന്ന കുറേ ആളുകൾ കുരുടൻ്റെ കയ്യിൽ വടി കിട്ടിയതുപോലെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇവർ വിചാരിക്കുന്നത്, സാധാരണ നമുക്കറിയാം, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ എന്താക്കണം, അധ്വാനിക്കണം, അല്ലെങ്കിൽ ആ മേഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒരു പാട്ട് പാടണമെങ്കിൽ പോലും ആ പാട്ടിനെ പഠിക്കണം, അതിൻ്റെ പല്ലവി അതും ഇതൊക്കെ പഠിച്ചാലേ ഒരു പാട്ട് പാടാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോലി എന്താണ്, എന്തിനാണ്, എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റും. അതൊരു കൂലിപ്പണിയാണെങ്കിലും വേണ്ടില്ല, ഒരു ഓഫീസ് വർക്കാണെങ്കിലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. പക്ഷെ ആളുകളുടെ വിചാരം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി നിന്നാൽ മതി, പെട്ടെന്ന് അങ്ങോട്ട് കോടീശ്വരനാവുന്നതാണ് പല ആളുകളുടെയും വിചാരം. അല്ലെങ്കിൽ നമ്മളോട് കയറി നിന്നാൽ മതി, നമ്മളെ കൂടെ കൊണ്ടുവന്ന ആൾ അങ്ങോട്ട് രക്ഷപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മളോട് കയറി നിന്നാൽ മതി, കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് പരിചയപ്പെടുത്തിയാൽ മതി, അങ്ങോട്ട് രക്ഷപ്പെടും എന്ന് ഓരോ ആളുകൾക്കും തോന്നുന്നുണ്ട്. പക്ഷേ ഈ ബിസിനസ് നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാം. അതിന് നമ്മളെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഉമ്മർ സാർ. ഉമ്മർ സാർ അങ്ങനെ ഉദാഹരണം പറയുമ്പോൾ ആരൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ മുമ്പിൽ തെളിയിച്ച് തന്ന വ്യക്തിയാണ്. ഞാൻ ഈ ബിസിനസ് വന്നതിന് ശേഷമാണ് ഉമ്മർ സാർ വന്നത്. പക്ഷേ ആരാണോ ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് അവനവൻ്റെ കഴിവനുസരിച്ചിട്ടാണ്. ഞാൻ ഇന്ന് വരെ കണ്ടില്ല ഉമ്മർ സാർ GTS എടുക്കുന്നത്, ഉമ്മർ സാർ ട്രെയിനിങ് എടുക്കുന്നത്, ഉമ്മർ സാർ എന്തോ വലിയ അതിശയ കഴിവുള്ള ഞാൻ കണ്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കണ്ടൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മളും ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും വിജയിക്കാം. ഞാൻ വിജയിക്കുന്നുണ്ട്, ഞാൻ നേടുന്നുണ്ട് എന്ന് കൂടെ വന്ന ആളുകൾക്കും ലീഡേഴ്സിനും കാണിച്ചു കൊടുക്കുകയാണ്.
അതായത് ഒരു വിജയിക്ക് മാത്രമേ, അതായത് നമ്മൾ വന്ന് ഈ മേഖലയെക്കുറിച്ച് നമ്മളെ കഴിവ് ഉപയോഗിച്ച് ആദ്യം നമ്മളെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, ഈ ബിസിനസ്സിലേക്ക് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റണം, ഞാൻ എന്തൊക്കെ രീതിയിൽ എൻ്റെ ഡ്രസ്സ് മാറ്റണം, ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റണം, എൻ്റെ സംസാരം മാറ്റണം, ഈ ബിസിനസ്സിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് എന്നെ മാറ്റേണ്ടതെന്ന് മാത്രം പഠിച്ചാൽ മതി. ആ രീതിയിലേക്ക് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, നമ്മൾ വിജയിച്ചോളും. നമ്മൾ വിജയിക്കുന്നത് കാണുമ്പോൾ നമ്മളെക്കാൾ ആഗ്രഹങ്ങളും കഴിവുള്ള ആളുകൾ നമ്മളെ കൂടെ വരും. അവർ ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഈ മുജ്ജന്മ സുഹൃതം എന്ന് പറയും. കുറച്ച് മുമ്പേ നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തികൾ, നമ്മളെ കാരണവന്മാരെന്ന് പറയും, വാപ്പയും അച്ഛനും ഉമ്മയും കുടുംബക്കാരൊക്കെ ചെയ്ത മുജ്ജന്മ സുഹൃതം തന്നെ പറയണം. അവർ ചെയ്ത പുണ്യപ്രവൃത്തിയും ഇതിന് ഭാഗമാവുന്നുണ്ട്. നമ്മൾ പല മേഖലയിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ടാവും, ഒരുപാട് കുറ്റപ്പെടുത്തലുണ്ടാവും, പല ഭാഗത്തും നമ്മളെ തള്ളി മാറ്റിയിട്ടുണ്ടാവും. അതൊക്കെ അനുഭവിച്ചിട്ട് എങ്കിലും ദൈവത്തിനെ മറക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവം എന്ന് പറയുന്ന ഓരോരുത്തർക്ക് ഓരോതാണ്, ഈ പ്രകൃതിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിജയിച്ചിരിക്കും. നമ്മളെ തള്ളിപ്പറഞ്ഞവരെ കുറ്റം പറയാതെ, നമ്മളെ സഹായിച്ചവരെ എന്നും എന്താ പറയുക നമ്മളെ മനസ്സിലിട്ടുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തിയ, നമ്മളെ മാറ്റി നിർത്തിയ ആളുകളൊക്കെ നമ്മളെന്താക്കും, നന്ദി പറഞ്ഞുകൊണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ തന്ന വ്യക്തികളാണ്. നമ്മളെ സഹായിച്ച ആളുകളാണെങ്കിലും, നമ്മളെ കുറ്റപ്പെടുത്തിയ ആളുകളാണെങ്കിലും, നമ്മൾ മാറ്റി നിർത്തിയ ആളുകളാണെങ്കിലും, ഓരോ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച ആളുകളാണ്. ഓരോ അനുഭവങ്ങളാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നതുകൊണ്ടാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ അവസരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അതും വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് ഫ്രോഡ് കമ്പനികളുണ്ട് ഇവിടെ, മണി ചെയിൻ കമ്പനികളുണ്ട് ഇവിടെ. ഈ നിൽക്കുന്ന ഇത്രയും സമയത്ത് നമ്മൾ ഈ കമ്പനിയിൽ എത്തിപ്പെട്ടില്ലേ, പണമൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ ഈ കമ്പനിയിൽ എത്തിപ്പെട്ട തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കാരണന്മാർക്കും നമ്മുടെ മുമ്പേ നമ്മൾ ചെയ്ത ആ പ്രവൃത്തിക്കൊക്കെ നമ്മൾ നന്ദി പറയണം. അതിന് ശേഷം നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം. ഞാൻ പറയുന്ന കാര്യം, ഈ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾ, ഇപ്പം ഉമ്മർ സാറാണെങ്കിലും റമീസ് സാറാണെങ്കിലും അയ്യൂബ് സാറാണെങ്കിലും അങ്ങനെയുള്ള ഓരോ ലീഡേഴ്സും തെറ്റിലൂടെയാണ് വന്നിട്ടുള്ളത്. ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ലീഡേഴ്സ് പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യും, പരാജയപ്പെടും, വീണ്ടും ചെയ്യും, പരാജയപ്പെടും. അപ്പോൾ മനസ്സിലാവും ഈ റൂട്ടല്ല എന്നുള്ളത്. അപ്പോൾ എന്താക്കും, ഒന്ന് തിരുത്താൻ വേണ്ടി തയ്യാറാവും. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, ഈ ബിസിനസ്സിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉമ്മർ സാറാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ലീഡർ ബിജു സാറാണെങ്കിലും ഇവരൊന്നും എന്തല്ല ഒരുപാട് കഴിവുള്ള ആളുകളല്ല. ഞാനും ഒരുപാട് കഴിവുള്ള ആളൊന്നല്ല. ഇങ്ങനെ വർത്താനം പറയുന്നത് നോക്കണ്ട, ഇങ്ങനെയൊന്നും വർത്താനം പറയില്ലായിരുന്നു. ഇതിനകത്ത് വന്നേരെ പറഞ്ഞു പോയതാ. വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ പതിയെ പതിയെ, അത് ചെയ്യുന്ന ആളുകൾ പതിയെ പതിയെ ജീവിതത്തിൽ വിജയിക്കാൻ തുടങ്ങും. നമ്മൾ ഒരാളെയും പഠിപ്പിക്കാൻ പോകണ്ട, ഒരാളെയും നമ്മൾ പഠിപ്പിക്കാൻ പോകരുത്. കാരണം നമ്മൾ വലിയ ആളൊന്നല്ലല്ലോ. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ നേടുന്ന കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് ആ വഴിയെ നമുക്ക് എന്താക്കാൻ പറ്റും, ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സമയം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം 2023 ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഒരു വർഷം തുടങ്ങാൻ പോവുകയാണ് 2024. ഈ 2024 ഞാനും നിങ്ങളും ഈ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. എന്ത്, ഒരു ദിവസം ബെന്നിസർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കഥ പറയുന്നുണ്ട്. മനുഷ്യന്മാർ കൃഷി ചെയ്യുന്നതും കുരങ്ങന്മാർ കൃഷി ചെയ്യുന്നതും. കുരങ്ങന്മാർ പോയിട്ട് ദിവസം നോക്കിയിട്ട് പൊന്തിച്ചു നോക്കും. ആ പരിപാടി പാടില്ല. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 12 മാസമാണെങ്കിൽ ആ 12 മാസത്തിൽ 3 മാസം, 6 മാസം, 12 മാസം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്
ഇന്ന് തന്നെ നമ്മൾ എന്താക്കണം, നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ഒരു 10, 25, 50, 100 ആഗ്രഹങ്ങൾ, അത് 10 ഉറുപ്പ്യൻ്റെ ആയിക്കോട്ടെ, 100 ഉറുപ്പ്യൻ്റെ ആയിക്കോട്ടെ, ഇനി നമ്മളെ ബൈക്കോ കാറോ ലാപ്ടോപ്പോ എന്ത് വേണേ ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് ഈ 2023 നമ്മൾ എഴുതി വെക്കണം. 2024 ഞാൻ എന്തൊക്കെ ഈ മേഖലയിലൂടെ നേടും, ആദ്യം നമ്മൾ അത് എഴുതി വെക്കണം. ഓരോ മാസത്തിലും എത്ര രൂപ വരുമാനം STB ആയിട്ട്, റീറ്റെയിലായിട്ട്, പെർഫോമൻസ് ബോണസ് ആയിട്ട്, ഏത് മാസം മുതൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയ ആൾ ഏത് മാസം മുതൽ ഞാൻ ലോയൽറ്റി ബോണസ് വാങ്ങിക്കും, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കണം. നമുക്ക് നേടേണ്ട കാര്യങ്ങൾ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. എന്നിട്ട് എന്താക്കണം, ഒരു ശക്തമായിട്ടുള്ള തീരുമാനം. കമ്പനിക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് തന്ന ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് തന്നിട്ടുള്ളത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു വീടിൻ്റെ പണി തീർക്കാൻ, ഞാനിപ്പോൾ ഒരു ആശാരിപ്പണിയോ അല്ലെങ്കിൽ ടൈൽസിൻ്റെ പണിയോ പെയിൻറ്റിങ്ങോ എന്തോ ആയിക്കോട്ടെ, ഒരു വീടിൻ്റെ പണി നമ്മൾ എടുത്തു, നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ആ വീടിൻ്റെ ജോലി തീർക്കാൻ വേണ്ടി പറ്റും. 1 വർഷം കൊണ്ട് ആ വീടിൻ്റെ പണി തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഓണർ പറയാണ്, 12 മാസം കൊണ്ടല്ല, 1 മാസം കൊണ്ട് ഈ വീടിൻ്റെ പണി തീർക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെപ്പോലെ പണിയെടുക്കുന്ന 11 വ്യക്തികളെയും കൂടെ നമ്മൾ കൂട്ടണം. നമ്മളെപ്പോലെ നമ്മൾ പണിയെടുക്കണേ, 1 മാസത്തെ പണി നമ്മൾ എടുക്കണം, ബാക്കി 11 മാസത്തെ പണിയെടുക്കാൻ 11 വ്യക്തികളെ കൂടെ നമ്മളെ കൂടെ കൂട്ടണം. നമ്മൾ പണിയെടുക്കണേ, നമ്മൾ കരാറെടുത്ത് മാറി നിൽക്കല്ല, നമ്മൾ പണിയെടുക്കണം. നമ്മളെ കൂടെ 11 വ്യക്തികളെയും കൊണ്ടുവന്നിട്ട് നമ്മൾ എടുക്കുന്ന അതേ പണി നമ്മൾ 11 പേരെ കൊണ്ട് എടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കൊല്ലം കൊണ്ട് എടുക്കുന്ന വീടിൻ്റെ പണി 1 മാസം കൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കമ്പനി പണ്ടൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളോട് ചെയ്യാനല്ല പറയുന്നത്. കമ്പനി നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, 1 കൊല്ലത്തിൽ 52 ആഴ്ചയാണ്. 1 കൊല്ലത്തിൽ 52 ആഴ്ചയാണ്. ഈ 52 ആഴ്ചയും നിങ്ങളെ സെയിൽസ് നിങ്ങൾ കൊടുത്തിരിക്കണം. എനിക്ക് അന്ന് മനസ്സിലായൊരു കാര്യം, 3750 BV, ഏറ്റവും ചുരുങ്ങിയത് 3750 BV നമ്മുടെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും നമ്മൾ എഫേർട്ട് കൊണ്ട് മാച്ച് ചെയ്യണം. 3750 BV ബ്രാഞ്ച് 1ലും 3750 BV ബ്രാഞ്ച് 2ലും നമ്മളെ എഫേർട്ട് കൊണ്ട് മാച്ച് ചെയ്യണം. അത് റീറ്റെയിൽ ചെയ്തിട്ടായാലും വേണ്ടില്ല, റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടായാലും വേണ്ടില്ല. അത് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ മനസാക്ഷിയെ വഞ്ചിക്കാതെ നമ്മൾ ചെയ്യാം. 52 ആഴ്ച അങ്ങനെ ചെയ്ത 1,95,000 BV മാച്ച് ചെയ്യും. 1,95,000 BV മാച്ച് ചെയ്യും നമ്മളെ അധ്വാനം കൊണ്ട്. നമ്മളെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും ഇതേ പ്രവൃത്തി 10 വ്യക്തികളെ കൂടി നമ്മൾ കൊണ്ടുവരാം. നമ്മൾ ചെയ്യുന്ന ഉമ്മർ സാർ ചെയ്തതാണ് തന്നെ, ഉമ്മർ സാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാനൊരു അച്ചീവറാണ് എന്ന് കാണിച്ചു കൊണ്ടുപോകുന്ന അതേ കാര്യം നമ്മളും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായ കാര്യം, ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ 1,95,000 നമ്മളെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും 1.95 മാച്ച് ചെയ്യുമ്പോൾ എത്ര വരും? 1.95 പ്ലസ് 1.95, അതായത് 4 ലക്ഷം കൂട്ടിക്കോളി. 4 ലക്ഷം ഇൻറ്റു 10 40 ലക്ഷം. ബ്രാഞ്ച് 2ൽ 40 ലക്ഷം. ഏറ്റവും ചുരുങ്ങിയത് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് 1 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കാരണം ടീം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ ടീമിലുള്ള ആൾക്കാർ പണിയെടുക്കലല്ല, നമ്മളെ കഴിവനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് നമുക്കുള്ളത്. ചില ആളുകൾ GTS എടുക്കാൻ കഴിവുള്ള ആളുകളുണ്ടാവും, ചില ആൾക്കാർ ട്രെയിനിങ് എടുക്കാനുള്ള കഴിവുണ്ടാവും, പല ആളുകൾക്കും പല കഴിവാണ്. ഇന്ന ആൾ ഇന്ന പോലെ ആവണം എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഒരാൾക്കും സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്ന ആളുകളല്ല നമ്മൾ. മറ്റുള്ള മേഖലയിൽ നമ്മളെന്താക്കും, ആരോ ആയിക്കോട്ടെ, നമ്മളെ ചീത്ത പറഞ്ഞാലും വേണ്ടില്ല, നമ്മളെ തള്ളി പറഞ്ഞാലും വേണ്ടില്ല, നമ്മളവിടെ പണിയെടുക്കും. പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിൽ അത് പറ്റൂല.
നിങ്ങൾ ചിന്തിക്കുക. നമ്മളെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മളെ തിരുത്തുക. നമ്മളെ ലീഡേഴ്സിനെ കുറ്റം പറയാനോ നമ്മുടെ ടീമിലുള്ള ആളെ കുറ്റം പറയാനോ പോകുന്നുണ്ടോ അവിടുന്ന് തുടങ്ങും ഇത്ര വലിയ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പതനം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ ആളുകളും ഈ ഒരു പ്രവൃത്തി ചെയ്യുക. ഈ ബിസിനസ് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. വ്യക്തമായിട്ട് ഈ കമ്പനി എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഡയറക്റ്റ് സെല്ലിംഗ് നിയമങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ഈ കമ്പനി എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഈ കമ്പനി എനിക്ക് എന്തിനാണെന്ന് നമ്മൾ പഠിക്കണം. ഈ പ്രൊഡക്റ്റ് നമുക്കറിയാം അല്ലേ, എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്. ഈ കമ്പനിയിലൂടെ എനിക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിലുള്ള വിശ്വാസം ഉണ്ടാക്കണം. ഈ കമ്പനിയിലുള്ള വിശ്വാസം ഉണ്ടാക്കണം. പ്രൊഡക്റ്റിലുള്ള വിശ്വാസം ഉണ്ടാക്കണം. പ്ലാനിലുള്ള വിശ്വാസം ഉണ്ടാക്കണം. ലീഡേഴ്സിലുള്ള വിശ്വാസം ഉണ്ടാക്കണം. ഞാൻ ഒന്നും കൂടെ പറയാണ്, ലീഡേഴ്സിനെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ, ലീഡേഴ്സിൻ്റെ കഴിവുകൾ ഉപയോഗിക്കുക. എന്നിട്ട് എന്താക്കുക, നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. സാറേ സമയമായോ? സംസാരിച്ചോളൂ സാറ്. എത്ര മണി വരെയാ? 6:50 വരെ സംസാരിച്ചോളൂ സാർ. അത്രയൊക്കെ വേണോ? കുറച്ചുകൂടെ പറയാം. അപ്പം എത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ അറിയോ, നമ്മളെ വിജയിപ്പിക്കാൻ, നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് പോലും പറ്റൂല. ദൈവത്തിന് പോലും പറ്റൂല. പക്ഷെ നമ്മളൊന്ന് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പ്ലാനിന് പറ്റും, നമ്മളെ പ്രൊഡക്റ്റിന് പറ്റും, നമ്മളെ ലീഡേഴ്സിന് പറ്റും, ഈ പ്രകൃതിക്കും പറ്റും. പക്ഷേ നമുക്കൊരു കഴിവും വേണമെന്നില്ല. ഉള്ളിനുള്ളിൽ അടങ്ങാത്ത ആഗ്രഹം വേണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 മാസത്തെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. ലിസ്റ്റ് ഉണ്ടായിരിക്കണം. റീറ്റെയിൽ ചെയ്യാനുള്ള ലിസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആളുകളെ ലിസ്റ്റ് നമുക്കുണ്ടായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഡയറക്റ്റായിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഈ പ്ലാൻ എന്താണെന്നും പ്രൊഡക്റ്റ് എന്താണെന്നും നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണ്ട കേട്ടോ. നമുക്കറിയാവുന്ന കാര്യം, ഒരു വ്യക്തിയോട്, നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാണ്, ഞാനിവിടെ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മാസം ഒരു 2000 അല്ലെങ്കിൽ 5000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, നീ എൻ്റെ കൂടെ നിൽക്കുക എന്ന് ആത്മാർത്ഥമായിട്ട് ആർക്കൊക്കെ പറയാൻ പറ്റുന്നോ അവർ മാത്രമേ ഇവിടെ വിജയിക്കുള്ളൂ. ആ ഒരു കാര്യം മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ലിസ്റ്റ് വേണം, ഷോർട്ട് ലിസ്റ്റ് വേണം. ഈ കാര്യങ്ങൾ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, കേട്ടിട്ട് തള്ളിയാൽ മാത്രം പോരാ. നമ്മൾ ഓരോ ആളുകൾ ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ഒരുപാട് ട്രെയിനിങ് കേൾക്കുന്നുണ്ട്, ബെന്നി സാറിൽ നിന്ന് ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. ഈ കഥ കേട്ടിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഈ കഥയിലൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കുറേ പോയിന്റുകളുണ്ട്. കഥയിലൊക്കെ നമുക്ക് ആവശ്യമുള്ള കൃത്യമായിട്ടുള്ള പോയിന്റുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇത് കണ്ടെത്തണം. കഥ കേട്ടിട്ട് കാര്യമില്ല. ഇത് കണ്ടെത്തിയിട്ട് 2024 ഈ വരുന്ന 3 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ നമ്മൾ എന്തായിരിക്കും, നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര വരുമാനം വന്നിരിക്കും. ബെന്നി സാറെ വിഷൻ 2024 മെയ് മാസം 6 മാസത്തെ ഒരു പ്രൊജക്റ്റായിട്ടാണ് ബെന്നി സാറ് പോകുന്നത് അല്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ബെന്നി സാറ് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും മുമ്മർ സാറ്, അതുപോലെ തന്നെ റമീസ് സാറ്, ഇങ്ങനെയുള്ള ലീഡേഴ്സ് മുമ്പോട്ട് കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. ഓരോ ആഴ്ചയിലും ഞാൻ കൃത്യമായിട്ട് പറയാണ്, നമ്മളെ ലീഡേഴ്സ് നമ്മളെ പെട്ടെന്ന് നമ്മൾ പോലും അറിയാത്ത പല ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കോണ്ടസ്റ്റുകൾ വെക്കുന്നത്. ചെറിയ കോണ്ടസ്റ്റുകൾ നമുക്ക് തരുന്നത്. ഇതൊക്കെ നമ്മൾ വിൻ ചെയ്യണം. ഇതെന്താ വിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ ഒന്നും ശ്രദ്ധിക്കരുത്. ലീഡേഴ്സ് എന്ത് കോണ്ടസ്റ്റ് വെച്ച് കഴിഞ്ഞാലും അതിൽ നമ്മൾ ഉണ്ടായിരിക്കും എന്ന് ഒരു ഉറപ്പെടുക്കുക. അതിനേറ്റവും നല്ലത് നല്ല രീതിയിലേക്ക് നമ്മൾ എന്താക്കുക, നമ്മളെ ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം ഈ 2024 ഡിസ്ട്രിബ്യൂട്ടറായി നിൽക്കുന്ന ആൾക്ക് പോലും STC എന്ന റാങ്ക് എത്താൻ വേണ്ടി സാധിക്കും. പണ്ടൊക്കെ 3 കൊല്ലം 4 കൊല്ലമൊക്കെ വേണമായിരുന്നു STC ആവാൻ. ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ 6 മാസം കൊണ്ടും 1 വർഷം കൊണ്ടും ഒക്കെ STC എന്ന റാങ്ക് എത്താൻ പറ്റും. ആരാണോ ഏറ്റെടുക്കുന്നത്, മനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയും പ്രവൃത്തിയിൽ അത് കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താക്കാൻ പറ്റും, അതെത്താൻ വേണ്ടി പറ്റും. എല്ലാത്തിനും സംശയിച്ചിരിക്കുന്ന ആൾ ലീഡർ വരണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് നടക്കില്ല.
സ്വയം അവനവൻ്റെ ബിസിനസ്സാണെന്ന് ഏറ്റെടുത്ത് കൂടെ വന്ന ആളുകളുടെ കൂടെ നമ്മളൊന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ നിന്ന് വൻ വിജയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മർ സാറെ പോലെ ഒന്നുമല്ല, ബന്ധങ്ങൾ നമുക്ക് കുറവാണ്. ഒരു സാധാരണ ഒരു പിക്കപ്പ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ കുറവായതുകൊണ്ട്, പക്ഷേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒരു കൊല്ലം കൊണ്ട് രണ്ടാമത്തെ ID STC ആക്കണമെന്ന് വിചാരിച്ചു. കൃത്യമായിട്ട് ചെയ്തൊരു കാര്യം, ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും 50 വ്യക്തികൾ, എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്, അവരെ കൂടെ വന്ന ആളുകളുണ്ട്. വന്ന ആളുകളെ ഞാൻ എന്താക്കി, 50 വ്യക്തികളെ ഞാൻ ഫോക്കസ് ചെയ്തു. ഞാനൊരു തീരുമാനം എടുത്തു. ഒരു വ്യക്തിയിലൂടെ 1 ലക്ഷം BV ഞാൻ ഒരു വർഷത്തിനുള്ളിൽ കൊണ്ടുവരും. ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ. ഒരു വ്യക്തിയിലൂടെ 1 ലക്ഷം BV ഞാൻ കൊണ്ടുവരും. അങ്ങനെ 50 വ്യക്തിയിലൂടെ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആളുകളുടെ ബന്ധങ്ങളിലൂടെ ഞാൻ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകും. ഈ തീരുമാനം എടുത്തിട്ടാണ് മുമ്പോട്ട് തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കുകയാണ്, ഡ്യൂപ്ലിക്കേഷൻ. ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നളന്ദ ഓഡിറ്റോറിയം മുതൽ താമരശ്ശേരി അടിപൊളി GTS ആണ്. ഇങ്ങനെയുള്ള എല്ലാ GTSലും 52 ആഴ്ചയിൽ ഒരാഴ്ചയിൽ 1 GTS എങ്കിലും നമ്മൾ പങ്കെടുക്കണം. FSS ട്രെയിനിങ്, RTP ട്രെയിനിങ്, ഇതുപോലുള്ള ഈ ബിസിനസ് പഠിക്കാനുള്ള എല്ലാ ട്രെയിനിങ്ങിലും നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മളെന്ന വ്യക്തി എല്ലാ പ്രോഗ്രാമിനും ഉണ്ടായിരിക്കണം. ഇതാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ. പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കുക എന്നവിടെ പറയുന്നത്. എല്ലാ പ്രോഗ്രാമിലും നമ്മളെ മനസാക്ഷിനെ വഞ്ചിക്കാതെ ഞാൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കുക. അതിനാണ് പഠിക്കുക എന്ന് പറയുന്നത്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകൾ, ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ RTP അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ RTP അറ്റൻഡ് ചെയ്യുന്നത് നമ്മളെ കൂടെ വന്ന ആളുകൾക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മളെ കൂടെ ഉള്ള ആളുകളെ കണക്ട് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കാനാണ്. പിന്നെ നമ്മൾ ഇപ്പോഴും ഒരുപാട് ലീഡേഴ്സ് RTCയിലും NTCയിലും ITCയിലും ഒക്കെ നിൽക്കുന്ന ലീഡേഴ്സ് ഇന്നും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നമ്മളെ കൂടെ വന്ന ആൾക്കാരെ പഠിപ്പിച്ചു, കൂടെ വന്ന ആൾക്കാരെ പഠിപ്പിക്കാൻ സഹായിക്കാനാണ് നമ്മൾ എത്തുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എല്ലാ പ്രോഗ്രാമിലും എത്തുന്നുണ്ടോ? നിങ്ങളെ കൂടെ വരുന്ന ആളുകളെ നിങ്ങൾ എത്തിക്കുന്നുണ്ടോ? അവരെ കൂടെ വരുന്ന ആൾക്കാരെ നിങ്ങൾ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടോ? ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ടീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകും. അല്ലാണ്ട് വേറെ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെല്ലാ പ്രോഗ്രാമിലും എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുക. ഒരു GTS എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എടുക്കണ്ട, നിങ്ങളെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ അവിടെ എത്തിച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. ഈ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ, അല്ലെ ഞാൻ പഠിക്കുമ്പോൾ, എൻ്റെ കൂടെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്യുക. ഡയറക്റ്റ് സെല്ലിംഗ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേ പറ്റൂ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കുക. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്, ടീം മീറ്റിംഗ്, നമ്മളെ ഗ്രൂപ്പിലേക്ക് വരുന്ന വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലീഡേഴ്സ് ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞ് രണ്ടാമത് ഉറപ്പ് വരുത്തേണ്ട കാര്യം, ഈ മോർണിംഗ് മീറ്റ് ആണെങ്കിൽ കേട്ടോ, ഈ മോർണിംഗ് മീറ്റിലാണ് തുടങ്ങുന്നത്. മോർണിംഗ് മീറ്റിൽ പോലും നമ്മൾ എന്താക്കണം, നമ്മളുണ്ട് എന്ന് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ 3750 BV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നത് പോലെ നമ്മളെ ബ്രാഞ്ച് 1ൽ എത്ര ആൾക്കാർ ഇന്ന് കയറി, ബ്രാഞ്ച് 2ൽ എത്ര ആൾക്കാർ ഇന്ന് കയറി, അടുത്ത മാസം ആകുമ്പോഴേക്കും ഇന്ന് 5 ആൾക്കാരാണെങ്കിൽ അത് 50 ആൾക്കാരാവുന്നുണ്ടോ എന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. അത് ഈ വരുന്ന മോർണിംഗ് മീറ്റിലാണെങ്കിലും GTSലാണെങ്കിലും FSSലാണെങ്കിലും എല്ലാ ട്രെയിനിങ്ങിലും നമ്മുടെ കൂടെയുള്ള ആളുകൾ എത്തുന്നുണ്ട് എന്ന് മാത്രം നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഈ കാര്യങ്ങൾ മാത്രമാണ് ഉമ്മർ സാറും അതുപോലെ തന്നെ ഇപ്പോൾ സുരേന്ദ്ര സാർ ഞാൻ കാണുന്നു, ഡയറക്റ്റ് സെല്ലിങ്ങിൽ വന്ന സമയം മുതൽ എനിക്ക് പരിചയമുള്ള ഒരു ലീഡറാണ്. അപ്പം ഇതുപോലുള്ള ഒരുപാട് ആളുകളാണ് നമ്മളെ ഒരുപാട് അനുഭവങ്ങളായിട്ട് വരുന്നത്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എഴുതി വെച്ച് പറയുന്ന കാര്യങ്ങളൊന്നല്ല, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ വിജയിപ്പിക്കാൻ
നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബെന്നി സാർക്കോ മുബീൻ സാർക്കോ അനീസ് സാർക്കോ ഒന്നും പറ്റൂല. ഇവർക്ക് പറ്റുന്നൊരു കാര്യം സാഹചര്യങ്ങൾ ഒരുക്കി തരാൻ പറ്റും. ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ, ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളാണ്, ആഗ്രഹങ്ങൾക്ക് ഡേറ്റ് വെക്കുമ്പോൾ ലക്ഷ്യങ്ങളാവും. അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം എന്താക്കുക, ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറാവുക. എല്ലാം തികഞ്ഞ ആളുകളില്ല. ഒരുപാട് കുറ്റങ്ങൾ പറയാനും കുറവുകൾ പറയാനും മുമ്പിൽ ഒരുപാട് ആളുകളുണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും, ടീമൊക്കെ ഉണ്ടാവും. ഇത് പറയുന്നവൻ രക്ഷപ്പെടില്ല. ഇവിടുന്ന് എന്താക്കുക, ചകഞ്ഞെടുക്കുക. ഏത് നമുക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ ചകഞ്ഞെടുത്തിട്ട് അത് മാത്രം ഉപയോഗിക്കുക. മറ്റുള്ളതൊക്കെ എന്താക്കുക, കണ്ടില്ല കേട്ടില്ല വിചാരിച്ചാൽ. നല്ല കാര്യങ്ങൾ നമ്മൾ എടുത്ത് നമ്മളെ ടീമിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും എല്ലാ ആളുകളിലും ഈ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുക. ജീവിതത്തിൽ ഈ 2024 നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു STC എന്ന റാങ്കിലേക്ക് എത്താൻ ഈ ലോകം, ഈ പ്രകൃതി, ഈ സർവേശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വിജയം അത് നമ്മുടെ കയ്യിലാണ്, നമ്മുടെ തീരുമാനത്തിലാണ്, നമ്മുടെ പ്രവൃത്തിയിലാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമുകൾ കണക്ട് ചെയ്യണം. 52 GTS ചുരുങ്ങിയത് അറ്റൻഡ് ചെയ്യണം, 12 RTP ചുരുങ്ങിയ അറ്റൻഡ് ചെയ്യണം, 12 FSS ചുരുങ്ങിയ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി തെളിയിച്ചു തരും. ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്കോട്ട് തിരിഞ്ഞു നോക്കരുത്, കുരങ്ങനാവരുത്, മനുഷ്യനാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്